ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നതേ പനീർ പുലാവാണ്. അന്നേരം ഞാൻ ഇച്ചിരി പനീർ എടുത്തിട്ട് അത് നമ്മൾ എത്ര സൂക്ഷിച്ച് ചെയ്താലും അങ്ങോട്ട് പാനയിലോട്ട് ഇടുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പം ഞാൻ ആദ്യം കഴുകിയില്ല. കഴുകാതെ അതിൽ പനീറൊന്ന് കഴുകണം. അപ്പം ഞാനിതൊന്ന് വറുത്തിട്ടൊന്ന് കഴുകാതെ ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ കുറേ അങ്ങ് സ്റ്റക്കായിട്ട് അങ്ങിരുന്ന് അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അത് ഇടുന്നതും തിരിച്ചും മറിച്ചും ചെയ്യുന്നതും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിതൊന്ന് എന്നിട്ട് തിരിച്ച് ഇളം ചൂടുവെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. ഇത് അമൂലിൻ്റെ പനീറായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ ഒന്ന് പനീർ എന്ത് വന്നാലും ഞാനൊന്ന് കഴുകും, അല്ലാതെ ഡയറക്റ്റ് എടുത്ത് ഉണ്ടാക്കാറില്ല. കഴുകുന്ന ഇന്നാളിൽ ഞാനിങ്ങനെ വറക്കുന്നതിന് മുമ്പിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് പോകാനായിട്ട് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത്, അപ്പോൾ അതങ്ങ് പൊടിയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തില്ല. ഇന്നിപ്പം വറുത്തിട്ടൊന്ന് വെള്ളത്തിൽ ഇടാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ വെള്ളത്തിയിട്ട് എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അപ്പം പനീർ നിങ്ങളെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അതിന് മറുപടി കമൻറ്റിലിടണേ. അപ്പം ഞാൻ അതിലേക്ക് ഇടാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചോറ് വേവിച്ച് വെച്ചേക്കുമായിരുന്നേ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഏലക്ക എന്നിട്ട് കൊടുക്കുന്നുണ്ട്. പോള് പറയും ഏലക്കായ ഇടല്ലേന്ന്. അവന് ഏലക്കായോട് അത്ര തൃപ്തിയില്ല. പക്ഷേ ഏലക്കയൊക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചേർക്കുമ്പോഴാണ് അതിന് ആ ഒരു മണമൊക്കെ കിട്ടുന്നത്. ഞാൻ വാങ്ങിച്ച അരി ലൂസായിട്ടുള്ള അരി അവരിങ്ങനെ ഓരോ കിലോ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന. 1 കിലോ 130 രൂപ. അതിൻ്റെ നേരത്തേക്ക് ആണെങ്കിൽ 80 റുപ്പീസായിരുന്നു സ്റ്റാർട്ടിങ് പ്രൈസ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് 110. ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ് ഇച്ചിരി തുക്കട പോലെ മുറിഞ്ഞ് ആന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ സവാള ഇട്ടൊന്ന് ഒരു ബേ ലീഫ് ഇട്ടിട്ട് ഒരു സവാള ഇട്ടിങ്ങനെ ഒന്ന് വാട്ടിയേക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ ഇച്ചിരി ക്യാരറ്റും ബീൻസും ഒന്ന് അരിഞ്ഞ് വെച്ച്, പിന്നെ ഞാൻ നാളെ എടുത്ത് വെച്ചില്ലേ മട്ടർ, അതിൽ നിന്ന് കുറച്ചെടുത്ത് അതും മട്ടറും ക്യാരറ്റും ബീൻസും അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയിലേക്ക് ഒരു ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കാരണം നമ്മളിനി പിന്നെ വെള്ളമൊന്നും ഒഴിച്ചൊന്നും വേവിക്കുന്നില്ലല്ലേ. ഇതിനെയൊന്ന് നമുക്ക് പച്ചക്കറി ഒന്ന് വേവിച്ച് കിട്ടണം, വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് വഴന്ന് വന്ന് ഞാനിതിൽ നിന്ന് ആ ബീഫൊക്കെ എടുത്തിങ്ങ് മാറ്റുവാണ്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല, സോസുകളും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതിൽ ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നെയ്യൂടെ ചേർക്കുമ്പോൾ. അപ്പം ഞാനിവിടെ ഈ പനീറുണ്ടല്ലേ കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. കാര്യം അവർ ഓരോ സ്പൂൺ എടുത്ത് കഴിക്കുമ്പോഴും അത് കിട്ടത്തക്ക വിധത്തിൽ കുഞ്ഞതായിട്ടാണ്. അപ്പം അന്ന് ഇത് പ്രൈസമ്മോന് അസുഖം ഉള്ളതിന് മുമ്പിട്ടെടുത്ത വീഡിയോ. അപ്പം പ്രൈസമ്മ ഉച്ചയ്ക്ക് വന്ന് പറഞ്ഞു കാരണം നോൺ വെജ് അല്ലല്ലോ കൊണ്ടുപോയത്, അതുകൊണ്ട് പിള്ളേരെല്ലാം എടുത്ത്, അല്ലെങ്കിലും പിള്ളേർ ചിലതൊക്കെ എടുത്ത് കഴിക്കും. കഴിച്ചിട്ട് ഇവൻ വന്ന് പറയാം, മമ്മി നല്ലതായിരുന്നു, പക്ഷേ പനീർ പീസ് കുഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞേടാ അത് ഓരോന്ന് എടുത്ത് സ്പൂണ് കഴിക്കുമ്പോഴും അതിൽ പനീർ കിട്ടാൻ വേണ്ടി മമ്മി അങ്ങനെ ഇത്. അന്നേരം അവൻ പറഞ്ഞില്ല, ഓരോ സ്പൂണിലും 1-2 പനീറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനതിങ്ങനെ വറുത്തിട്ട് കട്ട് ചെയ്തത് പീസാക്കി നമ്മൾ വറക്കുവാണെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് കൊണ്ട് ഈ അകമൊക്കെ വെളുത്തിരിക്കുന്നു. ഇതൊക്കെ ഈ പിള്ളേർക്ക് ഇവിടെ ഭയങ്കര, പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും ചുമ്മാ കള്ളത്തരമാണെന്ന്. എനിക്ക് നമ്മുടെ സാധാ റൈസാണ് ഇഷ്ടം. എനിക്കിതിനോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയായി. പിന്നെ രാവിലെ ഞാൻ ഇവിടെ റീച്ചാനും ഡാഡിക്കും ഒക്കെ പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. പീനട്ട് ബട്ടർ ബ്രെഡിൻ്റെ അകത്ത് തേച്ച്, പക്ഷേ അതും എനിക്കങ്ങോട്ട് താല്പര്യമില്ല. അപ്പം ഞാൻ അവർക്കൊക്കെ പീനട്ട് തേച്ച് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഞാൻ എന്തോ ഇതെന്നോ അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒരു സവാള വട്ടത്തിലരിഞ്ഞതും ടൊമാറ്റോയുടെ ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ
ടൊമാറ്റോയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആ സവാളയെല്ലാം കൂടെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, എനിക്കതും ബ്രെഡിൻ്റെ അവസാന പീസ് ഞാനാണ് എടുത്തത്. രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ജോലികളൊക്കെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയുടെയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് ഞാൻ എന്നാൽ ചോപ്പറിൽ അരിയാന്നും പറഞ്ഞ് ഇരുന്നേ. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം സൂക്ഷിച്ച് വെക്കും. സമയമാകുമ്പം നോക്കുമ്പം കാണത്തില്ല. അപ്പം എൻ്റെ ചോപ്പർ ഞാനിങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ആ ചോപ്പർ എന്തോ ചെയ്തെന്നോ 2-3 ചോപ്പർ ഉണ്ടായിരുന്നു. ഒന്ന് കറണ്ടേ കുത്തുന്ന പറഞ്ഞുകൊണ്ട് അത് ചെറിയ ക്വാണ്ടിറ്റി ഇടാക്കത്തുള്ളതെന്ന് പറഞ്ഞ് അതങ്ങ് കബോർഡിൽ കയറ്റി. അഗാരയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കാനുള്ളടമൊക്കെ നോക്കി, ഇനി ഒന്നുകൂടെ നോക്കണം. റീച്ചാർജ് പറഞ്ഞാൽ റീച്ചാർജ് നീ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും, സമയം കിട്ടുമ്പം അത്രയ്ക്ക് മറവിയാണ് എനിക്കിപ്പോൾ. ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെക്കുവാണെങ്കിൽ ബുക്കിൽ എഴുതി വെക്കും, ഇന്ന സാധനം ഇന്നടത്ത് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഈ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നത് കൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര മറവിയാണ് ഇപ്പം. എന്തു വന്നേലും ചോപ്പർ കണ്ടില്ല. ഞാൻ പിന്നെ കയ്യിൽ വെച്ചാണ് ഇന്ന് കൊത്തി എറിഞ്ഞത്. അപ്പം ഇന്നലെ ഞാൻ ഇന്ന് ചോപ്പർ ചെയ്യാമെന്നും പറഞ്ഞാണ് ഞാൻ അത് ഇന്നലെ രാത്രി കൊത്തി അരിഞ്ഞു വെക്കാൻ. നിങ്ങൾ തന്നെ ചിന്തിരി, ഈ ബീട്രൂട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ എത്രമാത്രം സമയം എടുക്കണം. അങ്ങനെ 12 ഒരു പ്രാന്തൻ്റെ ഒരു ജോലിയായിരുന്നു ഇന്ന് എനിക്ക്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നേ ഇല്ല. നിങ്ങൾ എന്തിക്കും എന്താ ചേച്ചിക്ക് ഇത്ര ജോലിയെന്ന്. രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഈ ഇവരുടെ ഇത്രയും നമ്മൾ കഴിച്ച 5 പേരുടെ പാത്രങ്ങളെല്ലാം ഒരുമിച്ച് രാവിലെ ഇവർ കഴിവെക്കാം. പിന്നെ ഉച്ചക്കത്തെ തുടങ്ങും. പിന്നെ അന്നേരത്തെ പാത്രങ്ങൾ ഈ 3-4 നേരം എത്ര പ്രാവശ്യം നമ്മൾ പാത്രം കഴുകുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാനത് പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുമ്പം കുറേ സമയം പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി കുത്തി ഈ വീഡിയോ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് രാവിലെ അതിൻ്റെ ഫോട്ടോയൊക്കെ കട്ട് ചെയ്തെല്ലാം എടുക്കാനും കുറേ സമയം അങ്ങ് പോകും. അന്നേരം ഞാനിത് പിന്നെ നോക്കിയതില്ല. ഇവിടെ നമുക്ക് ഈ സൗകര്യം കുറവായതുകൊണ്ട് എവിടെ മേളിലാണോ എടുത്തിനി വെച്ചേക്കുന്നത് താഴെയാണോ ഒന്നും എനിക്കറിയത്തില്ല. ഇനിയും എന്നെങ്കിലും എനിക്ക് സാറ്റർഡേ ദിവസം വൈകിട്ട് ഇച്ചിരി സമയം കിട്ടും. അന്നേരം പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേന്ന് ടിഫിനൊക്കെ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്ത് വെക്കണ്ടേ. ആ സാറ്റർഡേ ദിവസം ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ ഒരു 2-3 വീഡിയോ അന്നേരമാണ് അങ്ങ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് വെക്കും. പിന്നെ സമയം പോലാണ് അത് എഡിറ്റ് ചെയ്തിടുന്നത്. ഇനി അത് സാവകാശം എപ്പോഴും സമയം കിട്ടുമ്പം നോക്കണം എവിടെ ഇനി എന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ തോരനൂടെ വെച്ച് ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ആരും ഒന്നും പറയണ്ട, എനിക്കും അറിയാം ടൊമാറ്റോയുടെ സീഡ് വയറ്റിലധികം ചെന്നാൽ നല്ലതല്ല എന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, ഒരിത്തിരി മീൻ ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അന്നേരം ആമസോണിൽ നിന്ന് നേരത്തെ വാങ്ങിച്ച മീൻ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വാങ്ങിച്ച മീൻ അത് കണ്ടിട്ട് തന്നെ നമ്മുടെ ടൈപ്പ് മീനിൻ്റെ കൂട്ടല്ല. അത് അങ്ങോട്ട് ആദ്യം എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല, അത് ടേസ്റ്റ് വ്യത്യാസം പോലെ. പിന്നെ എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, എന്നാലും എന്തോ ഒരു സംതിങ് മറ്റേ അയലയുടെ കൂട്ടല്ല ഇത്. അതുകൊണ്ട് വറുത്താൽ നല്ല ഇതാണ്. പക്ഷേ ഞാനിച്ചിരി മീൻ ചാറിന് വേണ്ടിയാണ് കറി വെക്കുന്നത്. പക്ഷെ അത്ര അങ്ങോട്ട് എനിക്ക് അത് കണ്ടാലും കണ്ടില്ലേ നമ്മുടെ അയലയുടെ കൂട്ടുള്ള കളറല്ലായിരുന്നതിന്. അതുകൊണ്ട് എന്നോട് ഇന്നലെ ജെറി ചോദിച്ചായിരുന്നു അതിന് എത്ര രൂപയാണ് ആമസോൺ. 1/2 kg 160 ആണോ 170 ആണോ എന്ന് എനിക്കറിയത്തില്ല, അത്രയുമാണ്. അവിടെ പാക്കിംഗ് തന്നെ എനിക്ക് തോന്നുന്നു 1/2 kgയുടെയാണ്. നമ്മളിപ്പോൾ 1 kg വാങ്ങിക്കുവാണെങ്കിൽ അവർ 1/2 kgയുടെ 2 പാക്കറ്റാണ് തരുന്നത്. ഇനിയിപ്പോൾ 1-2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ മീൻ വരുമായിരിക്കും. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞായിരുന്നു, ഈ ഇവിടെ ഉള്ളവരുടെ ഈ തേങ്ങ ഉടയ്ക്കുന്ന ഒരു ഇതുണ്ട് ഫെസ്റ്റിവൽ, ആ സമയത്തൊക്കെ മീനൊക്കെ കാണേണ്ടതാണ്. ഇപ്പം അങ്ങനെയൊന്നും പറയാനും ഒക്കത്തില്ല. പണ്ടൊക്കെ നമുക്ക് നേരത്തേക്കാണെങ്കിൽ മാസം നോക്കിയും ഓരോന്നൊക്കെ പറയാമായിരുന്നു, ഈ സമയത്ത് ഇന്നതാണ്, ഈ സമയത്ത് ഇന്നതുണ്ടെന്നൊക്കെ. നമ്മളുടെ ഇപ്പം പ്രകൃതി തന്നെ നോക്കി നമ്മൾ പറയുമായിരുന്നു ഈ സമയത്താണ് മഴ, ആ സമയം. ഇപ്പം അതൊന്നും ഇല്ല, തോന്നുന്ന സമയത്താണ് മഴയും വെയിലും എല്ലാം. ഈ ടൊമാറ്റോ ചട്നി ഇവിടെ പോളിനും ഇഷ്ടമാണ്, റീച്ചാനും ഇഷ്ടമാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഇനിയും കാണിക്കുന്നത് സൺഡേയിലത്തെ വീഡിയോ ആണ്. സൺഡേ പിന്നെ വൈകിട്ട് ഞാൻ വന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കും വൈകിട്ടും നേരത്തെ ഉച്ചയ്ക്ക് അവിടെ നാസ്ത ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, വീട്ടിൽ വന്നാണ് കഴിക്കേണ്ടത്. അപ്പം ഞാൻ വൈകുന്നേരം ചോറും
ചമ്മന്തിയും മുട്ടയും പിന്നെ ചിക്കൻ അച്ചാറിട്ട് വെച്ചായിരുന്നു. വീട്ടിലത്തെ ആവശ്യത്തിന് സെയിൽ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഞാൻ വെള്ളം പോലെ ആക്കത്തില്ല, ഇച്ചിരി ഗ്രേവി ആക്കത്തില്ല. ഇപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ ഇവിടെ ഈ റേച്ചാനൊക്കെ ഇത്തിരി ഗ്രേവി കൂട്ടിയാണ് കഴിക്കേണ്ടത്. ഞാൻ ഈ സെയിൽ ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമല്ലോ, ഉപ്പ് നോക്കാം. അന്നേരം പറയാം ഇച്ചിരി ഗ്രേവി ആക്കാൻ ഞാൻ എന്താണെന്ന് എന്നോട് ചോദിക്കും. ചിലർക്ക് ഗ്രേവിയായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അല്ലാതാണ് ഇഷ്ടം. അപ്പോൾ ചോറ് ഇത് വീഡിയോയിൽ കൂടെയാണ് ഇത്രയും കാണുന്നത്, ഇത്രയും ചോറില്ല കേട്ടോ. ഞാനിത് പോൾമോന് വിളമ്പിയതാണ്. പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വന്ന മത്തങ്ങ വില ഞാൻ പിന്നെ റേച്ചാനത്ത് ചോദിച്ചിട്ട് പറയാം. ടൊമാറ്റോ, കാബേജ്, ടൊമാറ്റോ എന്താ വില അറിയിച്ച 30, മത്തങ്ങ 1 കിലോ. പിന്നെ കാബേജോ 30 രൂപയ്ക്ക് ഒരു കാബേജ്. ഇത് പിന്നെ മിക്സ് ഭാജി. ബീട്രൂട്ടോ 20 രൂപ. ക്യാരറ്റോ 30. വെണ്ടയ്ക്ക 20. ഇന്നിപ്പോൾ ഇച്ചിരി വിലക്കുറവാന്ന് തോന്നല്ലേ? ഇത് വലിയ മുരിങ്ങയ്ക്കായിരുന്നില്ലേ? എന്താ വിലയാണ് മുരിങ്ങയ്ക്ക? ഇത് ഇച്ചിരിയും കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കെട്ടുകൂടെ വാങ്ങിച്ചായിരുന്നെങ്കിൽ നമുക്ക് തോരൻ വെക്കാമായിരുന്നു. ഒരു കെട്ടുകൂടെ ഉണ്ടായിരുന്നേ, ഒരു മുട്ടയൊക്കെ ഇട്ട് പൊട്ടിച്ച് തോരൻ വെക്കാമായിരുന്നു. കോവയ്ക്കയോ? ഇത് 1 കിലോയാണോ 1/2 കിലോയാണോ? അതെന്നാ മെഴുക്കുവരട്ടിക്കേ ഉള്ളൂ. ഇല്ലായിരുന്നോ? തമിഴൻ്റെ കടയിൽ പോയായിരുന്നെങ്കിൽ ഇച്ചിരി ഏത്തക്ക കിട്ടിയാനായിരുന്നു. അപ്പോൾ ടൊമാറ്റോ ഇച്ചിരി മഴയുണ്ടായിരുന്നു. അപ്പോൾ ടൊമാറ്റോ ഇത്തിരി വെള്ളമയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ടൊമാറ്റോ ഉടനെ ഇങ്ങനെ അങ്ങ് തട്ടിയിടും. അതൊരിച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനെയും അങ്ങ് നശിപ്പിക്കും അത്. അപ്പോൾ ഇത് ഒരിച്ചിരി വെള്ളമായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ തുണിയും കൊണ്ട് തുടച്ചിട്ട് മുറത്തിലിങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ നിരത്തിയിട്ട്. അപ്പം എല്ലാം ഒന്നും പച്ചക്കറികളൂടെ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുരിങ്ങയ്ക്കൊക്കെ ഞാൻ നാളെ എന്തോന്നും ചെയ്യാം. അതുകൊണ്ട് ഇന്നങ്ങ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സൈഡിലോട്ട് വെച്ച് മുരിങ്ങയ്ക്കയും കാബേജും ഒക്കെ ഇത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.